ജീവിതത്തിൽ നേരിട്ട അനുഭവത്തെക്കുറിച്ച് വീണ്ടും ഒരു പൊതുവേദിയിൽ പറഞ്ഞിരിക്കുകയാണ് വിവേക് ഒബ്റോയ്. ബൈക്ക് റൈഡിന് പോയതിനു ശേഷമുള്ള മഞ്ജു വാര്യരുടെ ഫോട്ടോ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. സിദ്ധാർത്ഥ് മൽഹോത്രയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി റിപ്പോർട്ട്. സിദ്ധാർത്ഥ് മൽഹോത്രയുടെ ഫാൻ പേജ് വഴി 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി ബോളിവുഡ് നടന്റെ ആരാധിക. ധനുഷ് വൻ മേക്ക് ഓവറിലെത്തി റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. കരിയറിന്റെ തുടക്കത്തിൽ സിനിമാ ലോകത്ത് നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ബോളിവുഡ് താരം വിവേക് ഒബ്റോയ് മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്. 2003 നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് വിവേക് ആരോപിച്ചിരുന്നു. ഐശ്വര്യ റായുമായി ആ സമയത്തുണ്ടായിരുന്ന ആ ബന്ധത്തിന്റെ പേരിലാണ് അതെന്നും വിവേക് പറഞ്ഞിരുന്നു. ഇതോടെ ഹിന്ദി സിനിമയിൽ തന്റെ അവസരങ്ങൾ പൊടുന്നനെ കുറഞ്ഞെന്നാണ് വിവേക് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴിതാ ജീവിതത്തിൽ നേരിട്ട അനുഭവത്തെക്കുറിച്ച് വീണ്ടും ഒരു പൊതുവേദിയിൽ പറഞ്ഞിരിക്കുകയാണ് വിവേക് ഒബ്റോയ്. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിൽ സംസാരിക്കവെയാണ് വിവേക് ഒബ്റോയ് സ്വന്തം അനുഭവം പറഞ്ഞത്. കരിയറിൽ എനിക്ക് ഒരുപാട് വിജയങ്ങളും പുരസ്കാരങ്ങളുമൊക്കെ ലഭിക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ പാടെ മാറി. കാരണം ഹിന്ദി സിനിമയിലെ ശക്തരായ ചിലർ തീരുമാനിച്ചു, നിനക്കിനി ഇവിടെ ജോലി ചെയ്യാനാവില്ലെന്ന്. അക്കാര്യം ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്നും. എനിക്ക് വലിയ മാനസിക സംഘർഷവും വേദനയും ദേഷ്യവുമൊക്കെ തോന്നി. ആ സമയത്ത് ഞാനൊരു ഇരയായി മാറിയെന്ന് എനിക്ക് തോന്നി. എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ലായിരുന്നു, വിവേക് ഒബ്റോയ് പറയുന്നു. എൻ്റെ അമ്മയാണ് എൻ്റെ ഹീറോ, മറ്റൊരാളുടെ ഹീറോ ആവാൻ ശ്രമിക്കൂ എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഒരു വിജയിയായി അപ്പോൾ സ്വയം അനുഭവപ്പെടുമെന്നും. മനുഷ്യക്കടത്തിൽ അകപ്പെട്ട പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്ന പദ്ധതിയായ താൻ കൂടി ഉൾപ്പെട്ട പ്രൊജക്ട് ദേവിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സ്വന്തം അനുഭവം വിവേക് ഒബ്റോയ് തുറന്നു പറഞ്ഞത്. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ. ബൈക്ക് റൈഡിന് പോയതിനു ശേഷമുള്ള മഞ്ജു വാര്യരുടെ ഫോട്ടോയാണ് ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത്. വീഴുകയും പഠിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി മഞ്ജു വാര്യർ എഴുതിയിരിക്കുന്നത്. സിദ്ധാർത്ഥ് മൽഹോത്രയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി റിപ്പോർട്ട്. സിദ്ധാർത്ഥ് മൽഹോത്രയുടെ ഫാൻ പേജ് വഴി 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി ബോളിവുഡ് നടന്റെ ആരാധിക ആരോപിച്ചു. ഇതിൽ പ്രതികരണവുമായി സിദ്ധാർത്ഥ് മൽഹോത്രയും രംഗത്തെത്തി. സമൂഹ മാധ്യമത്തിൽ കുറിപ്പിലൂടെയാണ് തന്റെ നിലപാട് സിദ്ധാർത്ഥ് മൽഹോത്ര വ്യക്തമാക്കിയത്. ആരാധകരാണ് എന്ന് അവകാശപ്പെട്ട് പണത്തിനായി തട്ടിപ്പുകൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥ് മൽഹോത്ര തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നത്. താനോ തന്റെ കുടുംബമോ ടീമോ ഇത് പിന്തുണയ്ക്കില്ലെന്ന് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു. ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംശയാസ്പദമായ എന്തെങ്കിലും ലഭിച്ചാൽ അധികാരികളെ തന്നെ ധരിപ്പിക്കണം. ആരാധകരാണ് ശക്തിയെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും സിദ്ധാർത്ഥ് മൽഹോത്ര അഭ്യർത്ഥിക്കുന്നു. സാഗർ ആംബ്രയുടെയും പുഷ്കർ ഓജിയുടെയും സംവിധാനത്തിലുള്ള യോദ്ധാവാണ് സിദ്ധാർത്ഥ് മൽഹോത്രയുടേതായി ഒടുവിൽ പ്രദർശനത്തിനെത്തിയത്. ചിത്രത്തിന്റെ നിർമ്മാണം ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് നിർവഹിച്ചത്. ദിശ പഠാനി ചിത്രത്തിൽ പ്രധാന കഥാപാത്രമാകുന്നു. ധനുഷ് നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് രായൻ. സംവിധായകനായും നടനായും ധനുഷ് എത്തുന്ന ചിത്രം രായനിൽ വൻ പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്ക്. ധനുഷ് വൻ മേക്ക് ഓവറിലാണ് എത്തുന്നതും. ജൂലൈ 26 റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കേരളത്തിൽ രായൻ ഗോകുല മൂവീസ് തിയേറ്ററുകളിൽ വിതരണത്തിന് എത്തിക്കുന്നുവെന്നും ചെന്നൈയിൽ 6-നായിരിക്കും ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചും എന്നുമാണ് റിപ്പോർട്ട്. രായനിലെ ധനുഷ് അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം ഒരു കുക്കാണ് എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ മുൻപ് അധോലോക നായകനുമാണ് കഥാപാത്രമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിരുന്നത്. അങ്ങനെ ഒരു രഹസ്യമായ ഭൂതകാല നായകനുണ്ട് ചിത്രത്തിൽ എന്നുമാണ് റിപ്പോർട്ടുകൾ. SJ സൂര്യയാണ് ധനുഷിന്റെ ചിത്രത്തിൽ പ്രതിനായകനായി എത്തുന്നത് എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. അപർണ ബാലമുരളി രായൻ സിനിമയിലെ തന്റെ ലുക്ക് പുറത്തുവിട്ട് ഒരു കുറിപ്പ് എഴുതിയിരുന്നു. താങ്കളുടെ കടുത്ത ആരാധിക എന്ന നിലയിൽ ചിത്രത്തിൽ വേഷമിടാൻ അവസരം ലഭിച്ചത് ഒരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം പോലെയാണ്. ധനുഷ് ഒരു പ്രചോദനമാണെന്നും പറയുന്നുണ്ട് അപർണ ബാലമുരളി. മലയാളത്തിൽ നിന്ന് അപർണയ്ക്ക് പുറമെ ചിത്രത്തിൽ നിത്യ മേനോൻ, കാളിദാസ് ജയറാം എന്നിവരും എത്തുമ്പോൾ ധനുഷ് സംവിധായകനായ രായനിൽ മറ്റ് പ്രധാന താരങ്ങൾ സുന്ദീപ് കിഷൻ, വരലക്ഷ്മി ശരത് കുമാർ, ദുഷ്ര വിജയൻ, SJ സൂര്യ, പ്രകാശ് രാജ്, സെൽവ രാഘവൻ എന്നിവരാണ്. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഓം പ്രകാശാണ്. സംഗീതമൊരുക്കുന്നത് AR റഹ്മാനും. സൺ പിക്ചേഴ്സ് ആണ് നിർമ്മാണം. എന്താണ് പ്രമേയം എന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ചിത്രത്തിന്റെ റിലീസ് 2024 തന്നെ ഉണ്ടാകും.